ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എമ്പുരാൻ്റെ അപ്ഡേറ്റഡ് ഒന്നാണ്. പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ്. ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു. ജനുവരി 26 6 മണിക്ക് ആശീർവാദിന്റെ ആനിവേഴ്സറിയോട് പ്രമാണിച്ച് ആ ഇവന്റില് ടീസർ, നമ്മുടെ എമ്പുരാന്റെ ടീസർ ലോഞ്ച് ചെയ്യാനുള്ള വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് വ്യക്തമായിട്ട്. അതിൽ ചില ആൾക്കാരൊക്കെ തന്റെ പൊട്ടത്തിനെ പറഞ്ഞു ചോദിച്ചു. പക്ഷെ അത് ഞാൻ പറഞ്ഞത് സത്യമുണ്ടെന്നുള്ളതിലാണ് എനിക്കിപ്പം ഈ ഒരു ലേറ്റസ്റ്റ് പോസ്റ്റർ എന്ന് പൃഥ്വിരാജും നമ്മളെ എമ്പുരാൻ ടീംസ് പുറത്തിട്ട് മനസ്സിലായത്. കാരണം എമ്പുരാൻ ടീസർ നമ്മളെ സോഷ്യൽ മീഡിയയിലേക്ക് ലോഞ്ച് ആവുന്നത് 7 മണിക്കാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ 7:07. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആ ഇവന്റിൽ ടീസർ ലോഞ്ച് ചെയ്യും. നമുക്ക് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ ആയിട്ട് നമുക്ക് ആ ടീസർ ക്വാളിറ്റിയോടെ കാണാൻ പറ്റുക 7:07 ജനുവരി 26 വൈകുന്നേരം 7:07. ആ ടൈം 7:07 പ്രത്യേകത ഞാൻ പറയാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇതിലെ ഈ സിനിമയുടെ കുറിച്ച് പ്രതീക്ഷ വളരെ വലുതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഇതൊക്കെ പോസ്റ്റർ മാത്രം നമ്മൾ മുമ്പിൽ വന്നിട്ടുള്ളൂ, വെറും പോസ്റ്റേഴ്സ് മാത്രം. പക്ഷെ ആ പോസ്റ്ററുകൾക്ക് പോലുമുള്ള ഒരു വലുപ്പമുണ്ട്. ആ പോസ്റ്റർക്ക് പോലും, അതായത് ഇതുവരെ വന്ന എല്ലാ പോസ്റ്റേഴ്സും ഈ സിനിമയിലെ ഒരു സീനുകളിൽ നിന്നെടുത്ത പോസ്റ്റേഴ്സ് ആണ്. അതാണ് എനിക്ക് മനസ്സിലായത്. ഇന്ന് ഈ ടീസറിന്റെ ടൈം അനൗൺസ് ചെയ്തുകൊണ്ട് വന്നൊരു പോസ്റ്റർ ഉണ്ട്. ഒരു രക്ഷ ഇത് കാണുമ്പോൾ നമ്മൾ മലയാള സിനിമയാണ്, കാരണം ഒരു ഹോളിവുഡ് സിനിമ മാത്രമല്ല. ഈ പോസ്റ്റർ കാണുമ്പോൾ ഓർമ്മ വരുന്ന ഡയലോഗ് ഉണ്ട്, ലൂസിഫറിൽ നമ്മളെ ഗോവർദ്ധൻ പറഞ്ഞ ഡയലോഗ്. എന്തിന് ഇവൻ ആരാണെന്നോ എവിടുന്നാണെന്നോ ആർക്കും അറിയില്ല. പണ്ട് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ വർക്ക്സ് അടങ്കലെടുത്ത് നടത്തിയിരുന്നു എന്റെ ഡാർക്ക് വെബ് റിസർച്ചിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. സോ ഈ പോസ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വ്യക്തമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മനസ്സിലാവും. അതായത് പൊളിഞ്ഞിടക്കുന്ന കാറ്, ബിൽഡിങ്ങുകള്, അതായത് ഒരു സംതിങ്, ഒരു വാറ്, ഒരു സംഭവം നടന്നതിന് ശേഷം പോസ്റ്റ് വാർ ഉള്ള ഒരു സീനാണിത്. സോ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം മലയാള സിനിമയാണിത്. മലയാള സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു ഫ്രെയിമാണിത്. കാരണം ഹോളിവുഡ്, നമ്മൾ ഈ ആക്ടേഴ്സ് ഒന്നും വന്നിരുന്നിട്ട് പറയുന്നത് തള്ളല്ല. കാരണം നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ പൃഥ്വിരാജിൽ തന്നെയായിരുന്നു കേട്ടോ. ഈ സിനിമ പൃഥ്വിരാജായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. കാരണം നമുക്കറിയാം, ഒരു വേൾഡ് ക്ലാസ് ഡയറക്ടറാണ് അദ്ദേഹം. ഓൾറെഡി ലാലേട്ടൻ അടക്കം അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്ത എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് അത്. ഹോളിവുഡിൽ പോലും സിനിമ ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണ് പൃഥ്വിരാജ്. നിങ്ങൾ ഈ പോസ്റ്റർ മാത്രമല്ല, ടോവിനോട് പോസ്റ്റർ ആയിക്കോട്ടെ, അതിന് മുമ്പ് വന്ന പൃഥ്വിരാജിന്റെ പോസ്റ്റർ ആയിക്കോട്ടെ, അതിലൊക്കെ ഒരു വലിയൊരു ക്യാൻവാസ് ആ പോസ്റ്ററിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതും കൂടി കണ്ടപ്പോൾ എന്താണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ള നിങ്ങളും ചിന്തിച്ചു. നമുക്കൊരു ബെൻസിന്റെ കാറ് കാണാം. ഈ ഒരു ആംഗിളില്, ഈ ഒരു ഷോട്ടിൽ നിന്ന്, ഈ ഒരു സീനിൽ നിന്ന്, ആ കാറിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ലാലേട്ടനൊക്കെ നടന്നു വരുമ്പോൾ ഒരു സീൻ ചിന്തിച്ചു. സോ നമുക്ക് ആ സിനിമയുടെ വലുപ്പം മനസ്സിലാക്കാൻ 27 വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ടീസർ 26 ഇറങ്ങുമ്പോൾ സംഭവം മനസ്സിലാവും, എന്താണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. ഞാൻ ഉദ്ദേശിക്കുന്ന ആ വലുപ്പം നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ എൻ്റെ പ്രതീക്ഷ ഇതന്നെയാണ്. ഉറപ്പായിട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ കമ്പയർ ചെയ്യുന്നത് സലാറും KGF 2 ഒക്കെ ആയിട്ടാണ്. അതിന്റെ വലുപ്പം, ഇതിന്റെ ക്യാൻവാസ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നുണ്ട്. എനിക്ക് 100% ഉറപ്പാണ്. കാരണം എനിക്ക് പോസ്റ്റേഴ്സ് കണ്ടുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. പക്ഷെ എനിക്ക് ഉറപ്പാണത്. അത്ര ഗംഭീര പോസ്റ്റർ. ഇതില് മുന്നേ ടോവിനോന്റെ പോസ്റ്ററിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒളിഞ്ഞേക്കുന്ന ആസ് യൂഷ്വൽ ഹിന്ദികൾ. അതില് നിങ്ങൾ ശ്രദ്ധിച്ചാല്, മറ്റുള്ള ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, അതിൽ പല സംഭവങ്ങളും ആ താഴെ, ആ ഫോട്ടോന് താഴെ വെച്ചിരിക്കുന്ന ഒരു ലാമ്പ് പോലെ സാധനമുണ്ട്. അതൊക്കെ അതാണ് നമ്മളെ L2E എന്ന് എഴുതുന്നതിന്റെ ആ ബ്രദർഹുഡിനെയൊക്കെ സാധിക്കുന്ന നമുക്കറിയാം. സോക്കോൾ നമ്മളെ ഇലുമിനാറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, അതും ഞാൻ സംസാരിക്കണം എന്ന് വെച്ച കാര്യമാണ്. ഈ ഇലുമിനാറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ലൂസിഫർ സിനിമയിലെ കൂടെയാണ് നമ്മൾ മലയാളികൾ പരക്കെ ഈ ഇലുമിനാറ്റി കേൾക്കാനും ഒക്കെ തുടങ്ങിയത്. പക്ഷെ ഞാൻ എന്നെ ഇതാക്കി പറയില്ല, എന്നാലും എനിക്ക് കോൺസ്പിറസി തിയറീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് അതിന് കുറച്ച് മുന്നേ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ കുറെ അറിയാൻ ശ്രമിച്ച കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, അങ്ങനെ പല കാര്യങ്ങളും കോൺസ്പിറസി നമ്മുടെ ലോകത്തുള്ള. അപ്പം അത് സത്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല ലോകം. നമ്മൾ അറിഞ്ഞതോ കേട്ടതോമായ കാര്യങ്ങളല്ല ഈ ലോകം എന്നുള്ളതും, നമ്മളെന്നറിയാത്ത കുറച്ച് പേര് നമ്മളറിയാതെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഈ ലോകത്തെ എന്നുള്ള കൺസെപ്റ്റാണ് ഈ സത്യത്തിൽ ഈ സീക്രട്ട് സൊസൈറ്റി പോലത്തെ ഇലുമിനാറ്റി പോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അത് ഈ സിനിമയിൽ കൂടെ അത് കാണിച്ച ഒരു സിനിമ എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഹോളിവുഡിൽ ഇറങ്ങിയിട്ടുണ്ടാവും.
ബട്ട് ഇന്ത്യൻ ലാംഗ്വേജിൽ എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത് എനിക്ക് ഈ സിനിമ കാണാനുള്ള ഭയങ്കര ഒരു ഇതും കൂടി അതാ. കാരണം ആ ഒരു എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, ആ ഒരു കൺസെപ്റ്റ് എന്തായാലും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. കാരണം അത്രത്തോളം ഹിന്റുകളും കാര്യങ്ങളും ഈ സിനിമയിൽ വെച്ചിട്ടുണ്ട്, കാണിക്കുന്നുണ്ട്. സോ എമ്പുരാൻ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരും എന്താണ് ഇലുമിനാറ്റി എന്നുള്ള എബ്രാം ഖുറേഷി ഗ്യാങ്ങിനൊക്കെ പറ്റിയിട്ട്. സോ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ സംഭവമാണ്. നമ്മൾ പൃഥ്വിരാജ് ഇലുമിനാറ്റി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അതിന്റെ വ്യക്തമായ ധാരണയാണ് എന്താണ് ഇലുമിനാറ്റി എന്നുള്ളത്, മുരളിക്കൊക്കെ എന്താണ് സംഭവം നമ്മൾ. സോ എനിക്ക് ഈ പോസ്റ്റർ ഞാൻ രാവിലെ ഒന്ന് കണ്ടപ്പം പിന്നെ അതിൽ ഇനി ഈ പോസ്റ്റർ റിലീസ് ചെയ്യുന്ന ടൈം പറയാം. 7:07 PM, അതായത് നമ്മുടെ ജനുവരി 26 7:07. ആ നമ്പറിന്റെ പ്രത്യേകത അവിടെ കാണിക്കാം. ഏഞ്ചൽ നമ്പറാണ് 707 എന്ന് പറഞ്ഞ ഏഞ്ചൽ നമ്പറാണ്. സംഭവം ഏഞ്ചൽ നമ്പറാണ്. നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് എ ഡിവൈൻ മെസ്സേജ് ഓഫ് അവേക്കനിങ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഒരു പോസിറ്റീവ് നോട്ടിലുള്ള മെസ്സേജ് ആണ്. 707 എന്ന് പറഞ്ഞ നമ്പർ ഒരു പോസിറ്റീവ് നോട്ടാണ്. നമ്മൾ ഇറ്റ് ക്യാരീസ് ദ എനർജി ഓഫ് സ്പിരിച്വൽ ഗ്രോത്ത്, ഇന്നർ വിസ്ഡം ആൻഡ് ലിബറേഷൻ ഫ്രം ലിമിറ്റേഷൻസ്. അതായത് ഭയങ്കര നമ്മളെ ഇന്നർ വിസ്ഡം, എന്താ പറയുക, നമ്മൾ ലിമിറ്റേഷൻ ക്രോസ് ചെയ്ത് പോകുന്ന അതായത് എന്തും തുടങ്ങാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടൈം പോലെ നമ്മളെ ഈ ഗ്ലിംസ്, ഈ സിനിമേന്റെ ഗ്ലിംസ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോവാണ്. അപ്പം പൃഥ്വിരാജ് ഇത് ഭയങ്കര ബ്രില്യൻ്റ് ഉള്ള കാര്യങ്ങൾ അല്ലെ. എല്ലാം ആ സിനിമയെ പറ്റി, ആ സിനിമയുടെ കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ അതിന്റെ എല്ലാ പ്രൊമോഷനും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ എല്ലാവർക്കും ഒന്നും മനസ്സിലാവാതെ കുറച്ച് പേർക്ക് മനസ്സിലാവായിരിക്കും. സോ അപ്പൊ ഈ 7:07 എന്നുള്ള നമ്പറിനെ പറ്റി ഏഞ്ചൽ നമ്പറാണ് ഇത് സംഭവം. അപ്പൊ അതുപോലും അദ്ദേഹം, നമുക്കറിയാം ലൂസിഫർ മുൻ നമ്മൾ കണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ബ്രില്യൻസ് അതിലൊക്കെ. സോ എമ്പുരാൻ ഞാനൊരു തവണ കൂടി പറയണം. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ പറയുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സിനിമയായിരിക്കും, ഇതുവരെ ഇറങ്ങിയ ഏറ്റവും വലിയ സിനിമ. ഞാൻ അതല്ലെങ്കിൽ സലാർ, KGF 2 പോലത്തെ സിനിമകളോട് മത്സരിച്ച് നിൽക്കാൻ പറ്റിയ സിനിമയായിരിക്കും പൃഥ്വിരാജ് എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്ക് ഉറപ്പാണ്. നമ്മളത് 26 ഏകദേശം നമുക്ക് മനസ്സിലാവും എന്താണത്. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പുതിയ അപ്ഡേറ്റ്സ് വരുമ്പം ഷെയർ ചെയ്യാം.